നമസ്കാരം. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ NIA പ്രത്യേക കോടതി വെറുതെ വിട്ടത്. കേസിലെ മുഖ്യ പ്രതികളുടെ സ്ഥാനത്തുണ്ടായിരുന്നവരെയാണ് കോടതി തെളിവുകളില്ലെന്ന് കണ്ട് മോചിപ്പിച്ചത്. പ്രതികളിൽ ഒരാളായ കേണൽ ശ്രീകാന്ത് പുരോഹിത് RDX വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. ഗൂഢാലോചനകൾക്ക് യോഗം ചേർന്നതിനും തെളിവില്ല. ബോംബ് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ ബൈക്കിലാണ് വെച്ചത് എന്നതിനും തെളിവില്ല. പുരോഹിതിന്റെ വിരലടയാളം ഒരിടത്തുമില്ല. 4 ഏജൻസികൾ അന്വേഷിച്ചിട്ടും മതിയായ തെളിവില്ല. അന്വേഷണത്തിൽ നിരവധി സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്നും അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. MLM ഫ്രീഡം ബൈക്കിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്നും ആ ബൈക്കിന്റെ ഉടമ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് അവർ സന്യാസിയായതിനാൽ ബൈക്ക് അവരുടെ കൈവശമുണ്ടായിരുന്നുവെന്ന് കരുതാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതികൾക്കെതിരെ UAPA ചുമത്താൻ എങ്ങനെ കഴിയുമെന്നും കോടതി ചോദിച്ചു. UAPA, ആയുധ നിയമം, മറ്റു കുറ്റങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. എന്നാൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ആരെയും ശിക്ഷിക്കാനാകില്ല. ശക്തമായ തെളിവുകൾ വേണമെന്നും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രതികളെ വെറുതെ വിട്ട പ്രത്യേക NIA കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഇരയുടെ അഭിഭാഷകൻ ഷാഹിദ് നദീം പറഞ്ഞു. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. സ്ഫോടനം നടന്നുവെന്നത് കോടതിയിൽ തെളിഞ്ഞ കാര്യമാണ്. വിധിക്കെതിരെ വ്യക്തിഗതമായാണ് അപ്പീൽ നൽകുകയെന്നും ഷാഹിദ് നദീം അറിയിച്ചു. കോളിളക്കം സൃഷ്ടിച്ച 2008 മലേഗാവ് സ്ഫോടന കേസിൽ മുൻ ഭോപ്പാൽ BJP MP സന്യാസിനി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം 7 പ്രതികളെയും പ്രത്യേക NIA കോടതി വെറുതെ വിട്ടു. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ, അജയ് രാഹിഗർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരെയാണ് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടത്. കേസിൽ രാമചന്ദ്ര കൽസംഗ്രി അടക്കം 2 പേർ പിടികിട്ടാപ്പുള്ളികളാണ്. 2008 സെപ്റ്റംബർ 29 രാത്രിയിൽ മലേഗാവിലെ ബിക്കു ചൌക്കിലാണ് സ്ഫോടനമുണ്ടായത്. ചെറിയ പെരുന്നാൾ തലേന്ന് മാർക്കറ്റിൽ തിരക്കുള്ള സമയത്താണ് LML ഫ്രീഡം മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചത്. 6 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് ഉപയോഗിച്ച LML ഫ്രീഡം ബൈക്ക് പ്രജ്ഞാ സിംഗിൻ്റെതാണെന്നും സ്ഫോടനത്തിന് RDX അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ തരപ്പെടുത്തിയത് പുരോഹിതാണെന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയതും യോഗ്യമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കരെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയാണ് മലേഗാവ് സ്ഫോടന കേസ് പ്രതികളെ പിടികൂടിയത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്കാണ് പ്രജ്ഞാ സിംഗിലേക്ക് നയിച്ചത്. മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനും ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനും രൂപം കൊണ്ട അഭിനവ് ഭാരത് സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് അറസ്റ്റിലായവരെന്നായിരുന്നു കുറ്റപത്രം. കേസിൽ 11 പേരെയാണ് ETS അറസ്റ്റ് ചെയ്തത്. 2011 NIA കേസ് ഏറ്റെടുത്തതോടെ 4 പേരെ ഒഴിവാക്കുകയും കേസിൽ മഗോഗനെയും പിൻവലിക്കുകയും ചെയ്തു. പ്രജ്ഞാ സിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ NIA ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. പിന്നീട് പ്രജ്ഞാ സിംഗിനെ BJP 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ ഭോപ്പാൽ സീറ്റിൽ മത്സരിപ്പിച്ച് MP ആക്കിയിരുന്നു. 323 സാക്ഷികളിൽ 30ഓളം പേർ വിചാരണയ്ക്ക് മുമ്പ് മരിച്ചു. ശേഷിച്ചവരിൽ 37 പേർ വിചാരണയ്ക്കിടെ കൂറുമാറുകയും ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം UAPA സ്ഫോടന വസ്തു നിയമങ്ങൾ പ്രകാരമായിരുന്നു കേസിന്റെ വിചാരണ.